രണ്ടാമത്തെ ലേഖനം 1-ാം അധ്യായം 19-20 വാക്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 17-ന്റെ 1-ാമത്തെ വാക്യം. ഞാൻ സിലോനോസും തിമോഥെയോസും നിങ്ങളുടെ ഇടയിൽ പ്രസംഗിച്ച ദൈവപുത്രനായ യേശുക്രിസ്തു ഒരിക്കൽ ഉവ്വ എന്നും മറ്റൊരിക്കൽ ഇല്ല എന്നും ആയിരുന്നില്ല. അവനിൽ ഉവ്വ എന്നത്രേ ഉള്ളൂ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഉവ്വ എന്നത്രേ. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറ് അവനിൽ ആമേൻ എന്നും തന്നെ. അവനോട് ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എന്റെ മുൻപാകെ നടന്നു നിഷ്കളങ്കനായിരിക്കാം. പരിശുദ്ധ പിതാവേ, ഈ ചുട്ടുകൊള്ളുന്ന വെയിലത്ത് പകൽക്കാലത്ത് അധ്വാനത്തിന് ശേഷം അല്പം ആശ്വാസത്തിനായി സ്വസ്ഥതയ്ക്കായി ഭവനത്തിലെ വിശ്രമിപ്പാൻ സാവകാശങ്ങളുണ്ടായി. വിവിധ മാധ്യമങ്ങളിലൂടെ ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളും കാണുവാനും കേൾക്കാനും അവസരങ്ങളുണ്ടായിട്ട് അത് മാറ്റിവെച്ച് അരിമനാഥന്റെ പാദപീഠത്തിൽ കടന്നു വന്ന നിന്റെ സ്വന്തം രക്തം കൊണ്ട് നീ സമ്പാദിച്ച നിന്റെ സഭയുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുവാൻ അവരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെല്ലാം അവരെ എത്തിക്കേണ്ട സ്ഥാനത്ത് എത്തിക്കാൻ കഴിയുന്ന ദൈവത്തിൽ ശരണമായി ദൈവമേ മുമ്പോട്ട് പോകാനുള്ള കൃപ ജനത്തിന്റെ പകരുവാനും ദൈവത്തോട് പ്രാർത്ഥന വചനത്തിന്റെ വാദം യേശുവിൻ നാമത്തിൽ മഹാദൈവത്തിന്റെ മഹത്വമുള്ള ശുശ്രൂഷയിലായിരിക്കുന്ന കർത്താവിനെ ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന റോയ് പാസ്റ്റർ, അങ്ങനെ വിശ്വ പാസ്റ്ററോട് പ്രാർത്ഥിക്കുന്നില്ലെന്ന് തെറ്റിദ്ധരിക്കുന്നു. സ്തോത്രം. എന്റെ സ്നേഹിതൻ സുവിശേഷകൻ ജോസ്, വാത്സല്യ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും വേഗമരുന്നവനായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നിങ്ങൾ വേല ഈ മഹാരാഷ്ട്രയിലെ വേല സപ്പോർട്ട് ചെയ്യുന്നുവെന്ന് ഞാൻ 2012 അവിടെ ചെന്നപ്പോൾ അറിയാനിടയായി. ഞാൻ ഇവിടുത്തെ സഭ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടല്ല, 2010 മുതൽ മഹാരാഷ്ട്രയിൽ ഞാൻ പോയി. എന്റെ ഒരു സുഹൃത്ത് അവിടെ അടുത്തുള്ള ബൈബിൾ കോളേജില് തിരുവനന്തപുരം പഠിച്ച ഔട്ട്റീച്ചിന് പോയപ്പോ അവരവിടെ ഒരു വേലസ്ഥലം തെരഞ്ഞെടുക്കുകയും തന്റെ വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ കേവലം 22 വയസ്സ് മാത്രമുള്ളപ്പോൾ അവിടെ പോയി അവിടുത്തെ ഭാഷ പഠിച്ച് അവിടുത്തെ വേല ചെയ്യുന്നു. പല പ്രാവശ്യം എന്നെ വിളിച്ചെങ്കിലും 2010 എന്റെ സഹോദരിയുടെ ഭർത്താവ് ഇന്ത്യ ബന്ധുക്കൾ സഭയുടെ പാലക്കാട് സഭയിലെ ശുശ്രൂഷകനായിരിക്കുന്ന മിസ്റ്റർ കുര്യാക്കോസിന്റെ വേർപാട് എനിക്ക് അല്പം താങ്ങാവുന്നതിൽ വിഷമം കൂടുതലാകുന്നതുകൊണ്ട് സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി ഞാൻ അവിടെ പോയതാണ്. അങ്ങനെ 1 മാസം അവിടെ പോയി വേല ചെയ്തു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. തുടർന്ന് വർഷത്തിൽ 1-2 പ്രാവശ്യം വീതം ഞാൻ ആ വേല സ്ഥലത്ത് പോയി അവരോടുകൂടെ താമസിച്ച് വേല ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2012 കർത്താവിന്റെ അഭിഷേകൻ ആ മിഷൻ ഫീൽഡ് വർക്ക് ചെയ്യാൻ വന്നപ്പോഴാണ് അറിയുന്നത് ഷാർജ വർഷിപ്പ് സെന്ററാണ് അവരുടെ വേലയെ സപ്പോർട്ട് ചെയ്യുന്നത്. അതോർത്ത് ദൈവദാസനെയും കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കാൻ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. വചനത്തിലേക്ക് പ്രവേശിക്കുന്നു. ഞാനും ശീലാനോസും തിമോഥെയോസും നിങ്ങളുടെ ഇടയിൽ പ്രസംഗിച്ച ദൈവപുത്രനായ യേശു ക്രിസ്തു. പൗലോസ് പറയുകയാണ്, പൗലോസും ശീലാസും തിമോഥെയോസും. ആ വചനം ഒരു ചെറിയ വ്യത്യാസമായിട്ട് ഞാൻ പറഞ്ഞാൽ കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷയിലായിരിക്കുന്ന പാസ്റ്റർ ബിൽസൺ ജോസഫും റോയ് പാസ്റ്ററും പിന്നെ ഇവിടെ ഒരു ടൈറ്റസ് പാസ്റ്ററുടെ പേര് പറയാനിടയിൽ അദ്ദേഹവും ഒരു വർഷത്തിൽ 52 ആഴ്ച കൊണ്ട് 120ഓളം ദൈവദാസന്മാര് വിസിറ്റിംഗ് പാസ്റ്റേഴ്സ് ഇവിടെ പ്രസംഗിക്കുന്നുണ്ട്. അവരും അകാല പ്രജ എന്ന പോലെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഞാനും പ്രസംഗിക്കുന്ന ദൈവപുത്രനായ യേശു ക്രിസ്തു ഒരിക്കൽ പൂവായിരുന്നു, മറ്റൊരിക്കൽ ഇല്ല എന്നുമായിരുന്നില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവവചനത്തിൽ ഇന്ന് രാത്രി ദൈവമക്കൾ ഉറയ്ക്കണം. ദൈവവചനത്തിൽ വളരണം. ദൈവവചനത്താലാണ് ക്രിസ്തുവിന്റെ സമ്പൂർണതയിൽ എത്തുന്നത്. എന്നിട്ട് പറയുന്നു, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര തന്നെ ഉണ്ടെങ്കിലും ക്രിസ്തു യേശുവിൽ അത് പൂവ് എന്നാണ്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളാണ് ഇന്നത്തെ വിഷയം. ആ വിഷയത്തിൽ എത്താൻ ഒരുപാട് അവസരങ്ങളുണ്ട്, നഷ്ടപ്പെടുത്താനും ഒത്തിരി അവസരങ്ങളുണ്ട്. സ്തോത്രം. എബ്രായ ലേഖനം 4 പറഞ്ഞ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും
അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കുക. നമുക്ക് മുമ്പേ ഈ വാഗ്ദത്തത്തെ കുറിച്ച് കേട്ടവരുണ്ട്. പക്ഷെ കേട്ടവർക്കത് എന്ത് ചെയ്തില്ല, വിശ്വാസമായി പരിണമിച്ചില്ല. കാരണം കേട്ടത് അവർക്ക് ഉപകാരമായി വന്നില്ല. ഒരുപാട് കേൾക്കുന്നതിലല്ല, ഒരു കാര്യം ഒരു പ്രാവശ്യം കേട്ടാൽ അത് ജീവിതത്തിൽ പ്രവൃത്തിയാക്കാൻ കഴിഞ്ഞാൽ നമ്മള് ധന്യരായി തീർന്നു. അപ്പൊ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അത് മാറാത്തതാണ്. കാരണം എബ്രായ ലേഖനം 13:8 പറഞ്ഞത് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. എന്തുകൊണ്ട് ഞാൻ ഉൽപ്പത്തി പുസ്തകം 17 ഒന്ന് കയറിയെന്ന് പറഞ്ഞാൽ, നമുക്കെല്ലാവർക്കും നമ്മളെല്ലാവരും വിശ്വാസികളാണ്. എന്നാൽ നമുക്ക് വിശ്വാസികൾക്ക് ഒരു പിതാവുണ്ട്. അതാണ് അബ്രാഹാമിനെ ഞാനൊന്ന് തൊടാനിടയായത്. സ്വതം നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല എന്നോർത്ത് ശുശ്രൂഷയുടെ ഒഴുക്കിന് തടസ്സം വരത്തില്ല. കാരണം ഒരു സഭയിൽ ഒരു ദൈവദാസൻ ഏത് രീതിയിലാണ് സഭയെ നയിക്കുന്നത് അതുപോലെ ആയിരിക്കും ആ ജനങ്ങൾ. സ്വതം മനസ്സിലായില്ല. ഞാൻ പിറവത്ത് ബാബുചെറിയ പല സമയം ശുശ്രൂഷയ്ക്ക് പോകാറുണ്ട്. ആ സഭയിൽ ചെന്നാൽ ആരും സ്തോത്രം പറയത്തില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? ആരാധിക്കുമ്പോൾ അവർ ആരാധിക്കും, വചനം ശ്രദ്ധിക്കുമ്പോൾ അവർ വചനം ശ്രദ്ധിക്കും. സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ ഇടയ്ക്ക് സ്തോത്രം പറഞ്ഞില്ലെന്ന് കരുതി അതെന്റെ ശുശ്രൂഷയുടെ ഒഴുക്കിനെ ബാധിക്കത്തില്ല. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം. നിങ്ങളൊരു സ്തോത്രം പറഞ്ഞാൽ അത് ഉള്ളിൽ തട്ടി പറയണം. കാരണം നിങ്ങൾ ഞങ്ങൾ സ്തോത്രം പറയുമ്പോൾ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ശുശ്രൂഷയ്ക്ക് അതൊരു പ്രോത്സാഹനമാണ്. പക്ഷെ ദൈവം അതിൽ പ്രസാദിക്കത്തില്ല. ദൈവദാസൻ പ്രാർത്ഥിച്ചപ്പോ പറഞ്ഞു, ദൈവം ഹാവേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു. വഴിപാടല്ല ദൈവത്തിന് വിഷയം, വഴിപാട് കൊണ്ടുവരുന്ന വ്യക്തിയാണ് ദൈവത്തിന് വിഷയം. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. കാരണം ഹാവേൽ ദൈവത്തിന്റെ അടുക്കൽ വന്നപ്പോൾ ദൈവത്തിന് വേണ്ടി യാഗം കഴിക്കാനാണെന്നുള്ള തിരിച്ചറിവ് ഹാവേലിനുണ്ടായി. കയ്യിൽ അങ്ങനെയല്ല, ഒരു വഴിപാടുമായിട്ട് വരുന്നു. അങ്ങനെയെങ്കിൽ ഒരു സ്തോത്രമാ പറയുന്നതെങ്കിലും അത് യഹോവയ്ക്ക് കൊമ്പും കുളമ്പുമുള്ള മൂലിയേക്കാൾ വിലയേറിയതും പ്രസാദവുമാണെങ്കിൽ ദൈവദാസന്മാരെ കൈവീർത്തി സ്തോത്രം പറയുമ്പോൾ മാത്രം സ്തോത്രം പറഞ്ഞാൽ അതിന് ദൈവം പ്രസാദിക്കത്തില്ല. വചനം നിങ്ങളുടെ ഉള്ളിൽ തട്ടുമ്പോൾ കല്ലിന് മൂർച്ച കൂട്ടുന്നു, അല്ലെങ്കിൽ ഇരുമ്പിന് മൂർച്ച കൂട്ടുന്നു എന്ന് പറഞ്ഞതുപോലെ ആത്മാവിൽ എഴുതിയ വചനം ആത്മാവിൽ സംസാരിക്കുമ്പോൾ ആത്മാവിൽ വീണ്ടും ജീവനം പ്രാപിച്ച ദൈവമക്കൾ ദൈവത്തിന്റെ വചനത്തെ അവൻ അതുപോലെ തന്നെ ഏറ്റെടുക്കുന്നെങ്കിൽ ഈ വചനം പുറത്ത് അവൻ ക്രിയ ചെയ്യുന്നതാണ്. യശയ്യാവിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, മഴയും ഹിമവും ആകാശത്തിൽ നിന്ന് പെയ്യുകയും അത് അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകി ഭൂമിയെ ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എന്റെ വായിൽ നിന്ന് പുറപ്പെട്ട എന്റെ വചനം വെറുതെ എന്റെ അടുക്കൽ മടങ്ങി വരികയില്ല. ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ മുഴങ്ങുന്ന വചനം ഈ 4 ചുവരുകൾക്കുള്ളിൽ നിൽക്കത്തില്ല. വിട്ടുപോകുന്ന ഭവനത്തിൽ മാതാപിതാക്കൾ രോഗികളാക്കി കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോയിരിക്കുന്ന സ്ഥലത്ത് അവരൊരു വിഷയത്തിലാണെന്ന് നിന്നെ വിളിച്ചു പറഞ്ഞെങ്കിൽ ഇന്ന് രാത്രി വചനം അകലം തുറന്ന് ആയിരിക്കുന്ന മണ്ഡലത്തിലേക്ക് അയച്ചാൽ ആ വചനം വെറുതെ മടങ്ങി വരികയില്ല. ഇതിനകത്തൊരു കാര്യം കൂടെ പറയും, വിതയ്ക്കാൻ വിത്തും തിന്മാൻ ആഹാരവും. സ്വതം 5 ഇടങ്ങളിൽ വിത്ത് വിതച്ചാൽ സ്വതം ഏകദേശം 20 പറ നെല്ല് നമുക്ക് കിട്ടും. 5 ഇടങ്ങളിൽ വിത്ത സ്വതം. അതുകൊണ്ടാണ് വിത്തിന് വെച്ച നെല്ലെടുത്ത് അനുവദിച്ചിട്ടില്ല, ഒഴുകി കുത്തി കഞ്ഞി വെക്കത്തില്ല. കാരണം ഒരു 5 ഇടങ്ങളിൽ നെല്ല് ഒഴുകി കുത്തി വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഒരാഴ്ചത്തേക്ക് തികയത്തുള്ളൂ. പക്ഷെ അതിനകത്ത് അടുത്ത സീസണിലേക്ക് വിതയ്ക്കാനുള്ള വിത്ത് മാത്രമല്ല, തുടർന്നൊരു ക്ഷാമകാലത്തേക്കുള്ള നന്മയും കൂടെ ആ വിത്തിനകത്ത് ഒളിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ദൈവമക്കളുടെ പ്രാർത്ഥനയ്ക്ക് ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ തലമുറകൾക്ക് പോലും പ്രതിഫലം കിട്ടുന്ന രീതിയിലുള്ള പ്രാർത്ഥനയാണ് ഒരു പ്രാർത്ഥനയിൽ ഉള്ളതെന്ന് ഇന്ന് രാത്രികാലം ദൈവജനം അറിഞ്ഞ് ഉടൽ കവന ദിഗജകിടക അർദ്ധനാഥകവനം കൂടുതൽ കലനി വികാസന ഘടക ശൈല യേശുവിന്റെ നാമത്തിൽ ദൈവമേ ഇന്ന് രാത്രികാലം നിന്റെ പരിശുദ്ധാത്മാവ് വചനത്തോട് കൂടെ ഇന്ന് സ്ത്രീയ ചെയ്യേണ്ടതിനായി അവരുടെ സഹായത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഉടനെ വിദഗ്ധ കഴിഞ്ഞാൽ ഉടനെ ചെയ്യാൻ പറ്റത്തില്ല. സ്വന്തം കാരണം ഒരു കൃഷിക്കാരൻ കൃഷി ഇറക്കി കഴിഞ്ഞാൽ അത് ആദ്യമേ ഞാൻ
ഞാറാവണം, ഞാറ് പിന്നെ കതിരാവണം, കതിര് പിന്നെ നിറഞ്ഞ മണികളായിട്ട് വരണം. കതിര് പൊട്ടുന്നതിന് മുമ്പ് ഒരു മുൻമട ദൈവം അയക്കും. അത് വിശ്വാസികളുടെ കണ്ടത്തിൽ മാത്രമല്ല, അതയക്കും, വേറെ വിഷയമാണ്. സ്വതന്ത്രം എല്ലാവരും മുഴുക്കുടിയനാണെങ്കിലും ശരി, ദൈവത്തിന്റെ ദാസന്മാരെ തല്ലി തകർക്കുന്നവരാണെങ്കിലും ശരി, അവനൊരു വിശ്വാസമുണ്ട്. ഒരു കണ്ടം കൂട്ടി അഴുക്ക് കളഞ്ഞതിന് ശരി ഇട്ടിട്ട് കഴിഞ്ഞാൽ അത് 3-4 ദിവസത്തിനുള്ളിൽ തിരിച്ചു വരുമെന്ന്, അല്ലെ? സ്വതന്ത്രം. അങ്ങനെയെങ്കിൽ ദൈവമക്കളൊന്ന് മനസ്സിലാക്കണം, ദൈവസന്നിധിയിൽ കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. സ്തോത്രം. നമ്മുടെ വിശ്വസ്തയോടുകൂടെ നിന്ന് കഴിഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം 26:12 വായിക്കണമെങ്കിൽ വായിച്ചു പോവുക. വായിക്കുമ്പോൾ അത്ര സമയം നഷ്ടം വരും. ഇസഹാക്ക് ആ ആണ്ടിൽ വിതച്ചു, 100 മേനി കിട്ടി. ഇസഹാക്ക് ആരാണ്? ഒരു പരദേശിയാണ്. സ്വതന്ത്രം. ഇസഹാക്ക് അബീമേലെക്കിന്റെ ദേശത്ത് ഒരു പരദേശിയാണ്. പക്ഷെ ദൈവം തന്നോട് പറഞ്ഞു, നിന്റെ പിതാവായ അബ്രഹാം പോയതുപോലെ നീ പോകരുത്, നീ ദേശത്ത് നിൽക്കണം. ആ ദൂത് ഇസഹാക്ക് ഏറ്റെടുത്തു. എന്നിട്ട് ആ പ്രതികൂല സാഹചര്യത്തിൽ ആ മനുഷ്യൻ വിതച്ചു. കൊയ്ത്തിന്റെ സമയമായപ്പോൾ മറ്റാർക്കും കിട്ടാത്തൊരു നല്ലൊരു വിളവ് അദ്ദേഹത്തിന് കിട്ടി. എങ്ങനെ കിട്ടി എന്ന് ചോദിച്ചാൽ അത് വിശ്വസ്തയോടെ നിന്നതുകൊണ്ടും ദൈവിക വാഗ്ദത്തം ഉള്ളതുകൊണ്ടും എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ആമോസിന്റെ പുസ്തകം 4-ാമത്തെ അധ്യായം 6-7 വാക്യം ദൈവമക്കൾ വായിക്കുന്ന കാര്യം. ആമോസിന്റെ പുസ്തകം 4-ാം അധ്യായം 4:6-7 വാക്യം. നിങ്ങളുടെ എല്ലാ പട്ടണങ്ങളിലും ഞാൻ നിങ്ങൾക്ക് പല്ലിന്റെ വെടിപ്പും എല്ലായിടങ്ങളിലും അപ്പത്തിന്റെ കുറവും വരുത്തിയിട്ടും നിങ്ങൾ എങ്ങനെയൊക്കെ തിരിഞ്ഞില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവത്തെ അറിയാതെയും ദൈവത്തെ ഭയപ്പെടാതെയും ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവത്തെ അറിഞ്ഞ് ആരാധിക്കുകയും ഇരിക്കുന്ന ജനത്തിന്റെ മടങ്ങി വരവിന് വേണ്ടി ദൈവം യുവദാസനിലൂടെ പറയാണ്, നിങ്ങളുടെ എല്ലാ പട്ടണങ്ങളിലും ഞാൻ എന്ത് ചെയ്തു? ആമേൻ. സ്തോത്രം. നിങ്ങളുടെ പല്ലിന്റെ വെടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മളെല്ലാവരും രാവിലെ പല്ല് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പ്രതീക്ഷിക്കും, അല്ലേ? ശരിയല്ലേ? പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. ഉച്ചക്കത്തേക്ക് അപ്പം നോക്കിയപ്പോ ഇവിടുത്തെ കണക്ക് പറഞ്ഞ കുക്കൂസും ഇല്ല. എന്തിനാ ദൈവം ഈ ആഹാരം മുടക്കിയെന്ന് അറിയാമോ? ഇവര് ദൈവത്തിലേക്കൊന്ന് തിരിയാൻ. പക്ഷെ അവര് തിരിയാൻ തയ്യാറല്ല. എങ്ങനെ ഇസഹാക്ക് അനുഗ്രഹിക്കപ്പെട്ടു എന്നൊന്നും തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്ത വാക്യം വായിച്ചു. കൊയ്ത്തിന് 3 മാസമുള്ളപ്പോൾ ഞാൻ നിങ്ങൾക്ക് മഴ മുടക്കിക്കളഞ്ഞു. കൊയ്ത്തിന് 3 മാസമുള്ളപ്പോൾ മഴ മുടക്കി കളഞ്ഞുണ്ടല്ലോ, ഒരു പിടി വിത്ത് പോലും കിട്ടുന്നില്ല. കാരണം ഞാറ് പൊട്ടി കതിരായ സമയത്ത് സ്വതന്ത്രം അത് നിറഞ്ഞ മണി വന്ന് അത് മൂത്ത് റെഡി ആവണമെങ്കിൽ പിന്മഴ വേണം. അപ്പൊ മുൻമഴ കിട്ടി, കതിര് പൊട്ടി. സ്വതന്ത്രം ഞാറ് പൊട്ടി കതിര് വന്നു. പക്ഷെ പിന്നെ മഴ കിട്ടിയില്ല. അതുകൊണ്ട് മുഴുവനും എന്തായി തീർന്നു? പതിരായിപ്പോയി. സ്തോത്രം. സ്തോത്രം. വിതയ്ക്കാഞ്ഞിട്ടല്ല, കൃഷിയില് വളം ചെയ്യാനിട്ടല്ല, കളം പറിച്ച് കളയാനിട്ടല്ല, വെള്ളം ചവിട്ടി കയറ്റാനും ചവിട്ടി ഇറക്കാനും സംവിധാനങ്ങളില്ലാഞ്ഞിട്ടല്ല. പക്ഷെ തമ്പുരാന്റെ ഒരു കരം അവിടെ വേണം. റീസണോ? 3 മാസമുള്ളപ്പോ മഴ മുടക്കി കളഞ്ഞു, എല്ലാം കതിരായിപ്പോയി. താഴത്തേക്ക് വായിക്കാം. ഒരു പട്ടണത്തിൽ മഴ പെയ്യുകയും മറ്റേ പട്ടണത്തിൽ മഴ പെയ്യിക്കാതിരിക്കുകയും ചെയ്യും. ഒരു പട്ടണത്തിൽ മഴ പെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കുമ്പോ ചങ്ങനാശ്ശേരിയിൽ മഴ പെയ്തിട്ട് തിരുവല്ലയിൽ മഴ പെയ്തിട്ടെന്ന് പറഞ്ഞാൽ അതിനകത്ത് വലിയ അതിശയോക്തിയൊന്നുമില്ല. സ്വതന്ത്രം. എന്നാൽ തിരുവല്ല KSRTC സ്റ്റാൻഡിൽ നിൽക്കാതെ മഴ പെയ്യുന്നു, എന്നാൽ പ്രൈവറ്റ് സ്റ്റാൻഡിൽ മഴ പെയ്തില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കണം എന്താ ഇതിന്റെ പിന്നിലുള്ള കാരണം. ഇവിടെ പറയുന്നത്, ഞാൻ ഒരു കണ്ടത്തിൽ മഴ പെയ്ച്ചു, മറ്റേ കണ്ടം ഉണങ്ങിപ്പോയി. എന്തുകൊണ്ട്? ഇസഹാക്ക് വിതച്ചപ്പോ 100 മേനി കിട്ടി. ദൈവം അവന്റെ കണ്ടത്തിൽ മഴ പെയ്യിച്ചു. ഇന്ന് രാത്രികാലം ഒരു ദൂത് പറയാം. നിന്റെ ജീവിതത്തിൽ എത്രമാത്രം ഞെരുക്കത്തിലിരുന്നാലും എത്രമാത്രം പ്രയാസത്തിലിരുന്നാലും നീ ദൈവ ശബ്ദം കേട്ട് ദൈവസഭയ്ക്ക് കീഴടങ്ങി ശാസനയ്ക്കും ഗുണീകരണത്തിനും വിധേയപ്പെട്ട് സഭയിൽ നിന്ന് സഭ മാറാതെ വെട്ടിക്കളിയും വെട്ടിലും തുള്ളലും പച്ചപ്പുഴവും തിന്ന് ശേഷിപ്പിച്ച സംവത്സരങ്ങൾ കൊത്തവണ്ണം തരാൻ ദൈവം വിശ്വസ്തയോടെ നിന്നാൽ നീ ആയിരിക്കുന്ന നിന്റെ കണ്ടത്തിൽ, നീ ആയിരിക്കുന്ന നിന്റെ ജോലി സ്ഥലത്ത്, നീ ആയിരിക്കുന്ന നിന്റെ ബിസിനസ്സിൽ വേറെ ആർക്കും ലഭിക്കാത്ത ഒരു അഭിവൃദ്ധി തരുവാൻ ഇന്ന് രാത്രികാലം ദൈവത്തിന് കഴിയുമെന്ന് അവൻ ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് തെളിവായി പറയുമ്പോൾ
നീതിയെ ദൈവം പ്രകാശിപ്പിക്കുക തന്നെ ചെയ്യും. എങ്ങനെ ഇസ്രായേലിന് 100 മേനി കിട്ടി? അവൻ ഓടിപ്പോയില്ല. പ്രതിസന്ധികൾ വന്നപ്പോൾ അവൻ ദൈവസന്നിധിയിൽ ഇരുന്നു. ദൈവം പറഞ്ഞ ആലോചന അവൻ ഏറ്റെടുത്തു. അതുകൊണ്ട് ദൈവം അവനെ അനുഗ്രഹിപ്പാനായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഇരിക്കുന്ന അവസ്ഥ ദൈവത്തിന് അറിയാം, ശുശ്രൂഷകന് മനസ്സിലാക്കണമെന്നില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷെ വചനത്തിന്റെ അകത്ത് നിൽക്കുന്നെങ്കിൽ വാസ്തവമായും ഈ വചനത്തിൽ ദൈവം നമ്മളെ ജനിപ്പിച്ചെങ്കിൽ, വചനത്താൽ നാം വളരാൻ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ, നമ്മളെ ജനിപ്പിച്ചവനൊരു ഉദ്ദേശമുണ്ട്. അവൻ നമ്മുടെ നീതിയെ മധ്യാഹ്നം പോലെ പ്രകാശിപ്പിക്കുന്ന ഒരു ദൈവമാണ്. ഇന്ന് രാത്രി ആമേൻ. ഇന്ന് രാത്രി ദൈവാത്മാവ് ചിലരെ തൊട്ട് പറയുക. കഴിഞ്ഞ നാളുകളിൽ നീ ചിലത് കിട്ടുമെന്ന് വിചാരിച്ചു, ഒരു ഉയർച്ച പ്രതീക്ഷിച്ചു, അത് ലഭിക്കാതിരിക്കുമ്പോ ഇന്ന് രാത്രി വചനത്താൽ ഒന്നുകൂടെ ദൈവാത്മാവ് അവൻ ജനത്തെ ഉറപ്പിക്കുകയാണ്. വാഗ്ദത്തം പ്രാപിച്ച ഇസഹാക്ക് ഉൽപ്പത്തി പുസ്തകം 12 ദൈവം അബ്രാഹാമിനോട് സംസാരിച്ച് കൊതി തീർന്നില്ല. 13-ാം അധ്യായത്തിൽ ദൈവം അബ്രാഹാമിനോട് സംസാരിച്ചു. 14-ാം അധ്യായം സംസാരിച്ചു. 15-ാം അധ്യായത്തിൽ സംസാരിച്ചിട്ട് കൊതി തീരണില്ല. അത് കഴിഞ്ഞാൽ ദൈവം കയറിപ്പോയി. 16-ാം അധ്യായത്തിൽ വന്നപ്പോൾ ദൈവം അബ്രാഹാമിനോട് സംസാരിക്കുന്നില്ല. 16-ാം അധ്യായം എന്ന് പറഞ്ഞ ഒരു അധ്യായത്തിൽ സംസാരിച്ചില്ലെങ്കിൽ 17 സംസാരിച്ചല്ലോ എന്ന് നമ്മൾ പറയും. പക്ഷെ എത്ര വർഷം ദൈവം മിണ്ടായിരുന്നു എന്നറിയാമോ? 13 വർഷം ദൈവം മിണ്ടിയില്ല. മനസ്സിലായി? അബ്രാഹാം ആരാധിച്ച് കാണും, ആടിനെ യാഗം കഴിച്ച് കാണും, ദൈവം സംസാരിച്ചില്ല. തെളിവ്, കനാൻ നാട്ടിൽ വന്ന് 10 വർഷം കഴിഞ്ഞപ്പോൾ, സ്വതം 10 വർഷം കഴിഞ്ഞപ്പോൾ 85 വയസ്സ് സാറായി ചെന്നിട്ട് പറഞ്ഞു, ഞാൻ പ്രസവിക്കാതിരിക്കേണ്ടതിന് യഹോവ എന്നെ ഗർഭപാത്രം അടച്ചു. സാറായി വെളിപ്പാടുള്ളയാളെ, പക്ഷെ പൂർണ്ണമായ വെളിപ്പാടാകുന്നില്ല. സ്വതം എന്തെങ്കിലും ഒരു ആലോചന കിട്ടിക്കഴിഞ്ഞാൽ അത് പൂർണ്ണമാക്കി കിട്ടുന്നവരെ മൗനമായിട്ടിരിക്കണം. സ്വതം മനസ്സിലായല്ലോ പറഞ്ഞത്? മനസ്സിലാക്കി തരാം. ദൈവമാണ് അടച്ചതെങ്കിൽ ദൈവത്തെ കൊണ്ട് തുറപ്പിക്കാൻ നോക്കണം. സ്വതം ദൈവം അടക്കുന്ന ഒരു വെളിപ്പാട് സാറയ്ക്ക് കിട്ടി. പക്ഷെ അതിനെ ബുദ്ധിമുട്ടായതുകൊണ്ട് എന്ത് പറഞ്ഞു? അബ്രാഹാമിനോട് പറഞ്ഞു സാറയുടെ അടുത്ത് പോയി. അധ്യായം മുഴുവൻ വായിക്കുമ്പോൾ ദൈവം ഒരു അക്ഷരം പോലും കിട്ടിയില്ല. പക്ഷെ ദൈവത്തിന്റെ നീതി ദൈവം നിവർത്തിക്കണ്ടേ? ഊരിന്റെ പ്രദേശത്ത് നിന്ന് വിളിച്ച് അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കാമെന്ന് പറഞ്ഞ മനുഷ്യനെ ദൈവം സ്തോത്രം കഴിവില്ലാത്ത ദൈവമല്ല. ദൈവം അവിടെ പറയുന്നു, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ ഞാൻ സർവശക്തനായിരുന്നല്ല, ഒരു കാലഘട്ടം കഴിഞ്ഞ് ഞാൻ സർവശക്തനാകുമെന്നും അല്ല പറഞ്ഞ്. ഞാൻ ആരംഭത്തിൽ തന്നെ സർവശക്തിയുള്ള ദൈവം, ഇന്നും ഞാൻ സർവശക്തിയുള്ള ദൈവം, നിത്യതയോളം ഞാൻ സർവശക്തിയുള്ള ദൈവം. അതുകൊണ്ട് ഹല്ലേലൂയ, അബ്രാഹാമേ നിന്നോട് പറഞ്ഞത് നിവർത്തിക്കാൻ ഞാൻ കഴിവില്ലാത്ത ദൈവമല്ല. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ ദൈവമക്കൾ മുറുകെ പിടിക്കണം. അതിന്റെ ഇടയിൽ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ചേട്ടൻ കൊണ്ട് അവസാനിപ്പിക്കരുത്. ആത്മാവിൽ പുറപ്പെട്ട അബ്രാഹാം ഇടയ്ക്ക് സാറയുടെ വാക്ക് കേട്ട് ആകാറിന്റെ അടുക്കൽ ചെന്നിട്ട് ഇന്നും അതിന്റെ വേദന തീർന്നിട്ടില്ല. സ്തോത്രം, സ്തോത്രം. പക്ഷെ ദൈവത്തിന്റെ നീതി പ്രകാശിപ്പിക്കാൻ 99 വയസ്സായപ്പോൾ ദൈവം അബ്രാഹാമിനോട് പറഞ്ഞു, എനിക്കും നിനക്കൊരു ഉടമ്പടിയുണ്ട്. 15-ാം അധ്യായത്തിൽ നമ്മൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണുന്നു. അബ്രാഹാം സങ്കടപ്പെടുകയാണ്. കൂടാരത്തിൽ നീ ഭക്തനെ പുറത്തു കൊണ്ടുവന്നിട്ട് ദൈവം പറഞ്ഞു, ആകാശത്തിലേക്ക് നോക്കി നക്ഷത്രങ്ങളെ എണ്ണാൻ കഴിയുമെങ്കിൽ നിന്റെ സന്തതി ഇതുപോലെ ആകുമെന്ന് പറഞ്ഞു. ദൈവം പറഞ്ഞാൽ ദൈവം അത് ചെയ്യും. ആവർത്തനം 1:10 വായിച്ചാൽ മതി. ആവർത്തനം 1:10 വായിക്കുമ്പോൾ ദൈവം പറഞ്ഞത് നിവർത്തിച്ചോ ഇല്ലെന്ന് നോക്കാം. വേഗത്തിൽ വായിച്ചു. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇതാ നിങ്ങളുടെ ഗർഭത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങളെ ദൈവം പറഞ്ഞാൽ, സ്വതം വചനത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിച്ചു തരാൻ ദൈവം വിശ്വസ്തനാണ്. പക്ഷേ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? തിടുക്കം കാണിക്കുന്നു. ദൈവമക്കളെ, വാഗ്ദത്തം എന്ന് പറഞ്ഞാൽ സൗജന്യമായി കിട്ടുന്നതാണ്. മനസ്സിലായോ? അതിന് നമ്മൾ എന്ത് ചെയ്യണ്ട? വില കൊടുക്കണ്ട. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? കാരണം രക്ഷ ദൈവത്തിന്റെ ദാനമല്ലേ. നമ്മൾ വില കൊടുത്തോ? വില കൊടുത്തോ? ഇല്ല. പക്ഷെ വില കൊടുത്ത് രക്ഷയിലേക്ക് വന്നാൽ ഇത് നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? വില കൊടുക്കും. പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ദാനമല്ലേ? എല്ലാം ദൈവത്തിന്റെ ദാനമല്ലേ?
ഒരു ദൈവം ദാനമായി തരും എന്ന് പറഞ്ഞത് നമ്മൾ എന്ത് ചെയ്യരുത്? പിന്നെ വില കൊടുത്ത് മേടിക്കാനായിട്ട് പോകരുത്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അതിലേക്ക് എത്തിപ്പെടാൻ കഴിയാതെ വില കൊടുത്ത് മേടിച്ച രണ്ടുപേരെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഓടിച്ചൊന്ന് കൊണ്ടുവരാം. കാരണം എന്റെ ഹൃദയത്തിൽ വചനം ഒഴുകി വരുന്നുണ്ടെങ്കിൽ പോലും ഞാൻ അത് പിടിച്ചു വെച്ചിട്ട് എന്തുകൊണ്ട് വാഗ്ദത്തം വില കൊടുത്ത് മേടിക്കണമെന്ന് പറയാൻ കാരണം ഉൽപ്പത്തി പുസ്തകം 33:18-19 വാക്യം. ഉൽപ്പത്തി പുസ്തകം 33:18-19 വന്ന ശേഷം കനാൻ ദേശത്തിലെ ശേഖേം പട്ടണത്തിൽ സമാധാനത്തോടെ എത്തി പട്ടണത്തിനരികെ പാളയമടിച്ചു. കൂടാരമടിച്ച നിലം ശേഖേമിന്റെ അപ്പനായ ഹമോന്റെ പുത്രനോട് 100 വെള്ളിക്കാശിന് വാങ്ങി. അവിടെ അവൻ ഒരു യാഗപീഠം പണിതു. ദൈവം യാക്കോബിനോട് പറയുകയാണ്, 20 വർഷത്തെ പരദേശവാസം കഴിഞ്ഞ് മടങ്ങി പോരുമ്പോൾ, മടങ്ങി പോകാനൊരു കാരണം കൂടെ ഉണ്ട്. 20 വർഷം മുമ്പ് അമ്മയുടെ ആങ്ങളെന്നെ കണ്ടപ്പോ അമ്മയുടെ ആങ്ങളെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ടുണ്ട്, നീ എന്റെ അസ്ഥിയും എന്റെ മാംസവും എനിക്ക് പറഞ്ഞ അന്നേരം യാക്കോബിന്റെ ഭാര്യയിൽ ചിലപ്പം സ്വോത്രം എന്തെങ്കിലുമൊക്കെ കംപ്ലൈന്റ് വെച്ച് അതുമായിട്ടൊരു പിടുത്തമായിരുന്നു അതിന് പിടിച്ചത്, അമ്മയുടെ ആങ്ങളെ പിടിച്ചത്. പക്ഷെ 20 വർഷം കഴിഞ്ഞപ്പോൾ ലാബാന്റെ മുഖത്തേക്ക് യാക്കോബ് നോക്കിയപ്പോൾ അന്ന് കണ്ട മുഖമല്ല. അപ്പൊ യാക്കോബ് ദൈവമുഖത്തേക്ക് നോക്കി. സ്തോത്രം. 31:13 വായിച്ച വേഗത്തില് അതിന്റെ കാര്യം നിങ്ങൾക്ക് പിടിക്കുന്നു. നീ തൂണിനെ അഭിഷേകം ചെയ്യുകയും എന്നോട് നേർച്ച നൽകുകയും ചെയ്ത സ്ഥലമായ ബേഥേലിന്റെ ദൈവമാകുന്നു ഞാൻ. അപ്പൊ ദൈവം യാക്കോബിനോട് പറയാണ്, നീ തൂണിനെ അഭിഷേകം ചെയ്ത ബേഥേലിന്റെ ദൈവം ഞാനാകുന്നു, നീ ബേഥേലിലേക്ക് പോ എന്നാ ദൈവം ഇടപെട്ടത്. പക്ഷേ യാക്കോബ് പുറപ്പെട്ടു. ബേഥേലിൽ എത്തുന്നതിന് മുമ്പ് ശേഖേമിൽ ചെന്നിട്ട് എന്ത് ചെയ്തു? ഹമോരിന്റെ മകന്റെ സ്ഥലം 100 വെള്ളിക്കാശിന് മേടിച്ചു. മനസ്സിലായോ? സ്തോത്രം. 28:10-22 വായിക്കണ്ട. ഒരു കല്ല് തലയണിയായി വെച്ച് അവിടെ കിടന്ന് അന്ന് രാത്രി സൂര്യൻ അസ്തമിച്ചു. അവിടെ ഇരുന്ന് സ്വർഗത്തോളം ഉയർന്നു നിൽക്കുന്ന ഒരു ഗോളി, ദൈവത്തിന്റെ ദൂതന്മാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. അതിന്റെ നിലയ്ക്കൽ ഇരുന്നുകൊണ്ട് ദൈവം പറഞ്ഞു, ഞാൻ നിന്റെ പിതാവായ അബ്രാഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവമാകുന്നു, നീ കിടക്കുന്ന ഈ ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരുമെന്ന് ദൈവം ഉറപ്പുകൊടുത്തു. സ്തോത്രം. 20 വർഷം കഴിഞ്ഞ് അങ്ങോട്ട് പോകാൻ പറഞ്ഞ മനുഷ്യൻ അവിടെ എത്തുന്നതിന് മുമ്പ് വേറെ ഒരു ഭൂമി എന്ത് ചെയ്തു? വില കൊടുത്ത് മേടിച്ചു. സ്തോത്രം. ആ ദേശം മുഴുവനും കനാൻ ദേശത്ത് ഉൾപ്പെട്ടതാണ്. കുറച്ചും കൂടി അപ്പുറത്തേക്ക് മാറിയാൽ കല്ലിനെ തൂണാക്കി നിർത്തിയ ബേഥേലിലെത്താം. അതിനു മുമ്പ് എന്ത് ചെയ്തു? ബുദ്ധി കൊണ്ട്. കാരണം 20 വർഷത്തെ സർവീസ് പൈസ കയ്യിലുണ്ട്. നമ്മൾ അങ്ങനെയല്ലേ? ഇവിടെ വെച്ചോ ഒരു വണ്ടി എടുക്കാൻ കാശില്ലെങ്കിൽ നമ്മൾ എന്ത് നിലവിളിക്കും. എന്നിട്ട് ഭാഷയോട് പറയാം, ഭാഷ കുടുംബമായിട്ട് വരാൻ എന്ത് ചെയ്യണം? ഒരു വണ്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നാൽ കാശ് കയ്യിലുണ്ടെങ്കിലും വണ്ടി മേടിച്ചോണ്ട് താക്കോല് കൊടുത്തിട്ട് പറയും, ഒന്ന് പ്രാർത്ഥിച്ചേക്കാം. എന്റെ വിവരം കണ്ടോ? മനസ്സിലായോ? അപ്പൊ വിഷയങ്ങൾ വരുമ്പോ നമ്മൾ പ്രാർത്ഥിക്കും. കൈ കാശുള്ളപ്പോ പ്രാർത്ഥനയില്ല, പിന്നെ അതൊരു യാന്ത്രികമായി പോകും. പറഞ്ഞ് മനസ്സിലാക്കും. സ്തോത്രം. ദൈവം നമ്മുടെ ആവശ്യങ്ങളെല്ലാം നടത്തി തരാൻ വിശ്വസ്തന. എല്ലാ ആഗ്രഹവും ദൈവം സാധിപ്പിച്ചു തരത്തില്ല. കാരണം ദൈവത്തോട് പറയുന്ന എല്ലാ ആഗ്രഹവും സാധിപ്പിച്ചു തന്നാൽ ദൈവം ആഗ്രഹിച്ച സ്ഥലത്ത് നമ്മളെത്തത്തില്ല. 107-ാം സങ്കീർത്തനം 30-ാം വാക്യത്തിൽ പറയുന്നു, അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു. പക്ഷെ അവൻ ആഗ്രഹിച്ച തുറമുഖത്ത് അവരെത്തിയില്ല. മനസ്സിലായോ? നമ്മൾ ചോദിക്കുന്നതൊക്കെ തന്നു കഴിഞ്ഞാൽ ദൈവം നമ്മളെ വിളിച്ചിറക്കിയതല്ലേ, അവിടെ നമ്മൾ എത്തത്തില്ല. യാക്കോബ് 100 വെള്ളിക്കാശിന് ആ ഭൂമി മേടിച്ചു. സ്തോത്രം. അവിടെ വരെ സമാധാനമായിട്ട് വന്ന മനുഷ്യനാ അല്ലേ? എന്നാൽ 34-ലേക്ക് കയറുമ്പോ അതുവരെ യാക്കോബ് അനുഭവിച്ചതിനേക്കാളും കഷ്ടതയേറിയ അനുഭവത്തിലൂടെയാ യാക്കോബ് കടന്നു പോകുന്നത്. അത് ഞാൻ വായിക്കുന്നില്ല. പക്ഷെ വീണ്ടും 35-ൽ ദൈവം പറയുന്നു, നീ വീണ്ടും ബേഥേലിലേക്ക് പോവുക. നോക്കിക്കേ, ദൈവത്തിന്റെ സ്നേഹം
സ്നേഹം എത്ര വലിയതാ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവം നിങ്ങളോട് വാഗ്ദത്തം ചെയ്തിട്ട് ഇതുവരെ അത് കയ്യിലെത്തിയിട്ടില്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടാണോ, നമ്മുടെ അവിശ്വസ്തത കൊണ്ടാണോ, നമ്മുടെ അനുസരണക്കേട് കൊണ്ടാണോ എന്ന് ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞ് ദൈവം എന്തു പറഞ്ഞുവോ അതനുസരിക്കാൻ തയ്യാറായ അനുഗ്രഹം നമ്മുടെ പുറകെ വരും. അനുഗ്രഹത്തിന്റെ പുറകെ ഓടണ്ട, അതിന്റെ പുറകെ ഒരു ദൂത് കേൾക്കാൻ പോകണ്ട, ഒരു പ്രവാചകനെ വിളിക്കുന്ന ദൈവവചനത്തിന്റെ അപ്പുറത്തുള്ള പ്രവചനങ്ങൾ വെറുതെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവവചനത്തിൽ നിന്ന് ഉരുത്തിരിയുന്നത് ദൈവത്തിന്റെ ദൂതുകൾ. ദൈവവചനവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ അവൻ സ്തോത്രം എന്തെങ്കിലും എല്ലാം കേട്ടേച്ച് ഇപ്പം നിവൃത്തിയാവും എങ്ങും നിവൃത്തിയാവില്ല. സ്തോത്രം. രാഖ്യപ്രവചൻ 1:10 പറയുന്നു, നിങ്ങൾ വെറുതെ എന്റെ യാഗപീഠത്തിൽ തീ കത്തിക്കരുത്. എന്താ ഇതിന്റെ അർത്ഥം? പാട്ട്, സ്തോത്രം, ദേവദാസന്റെ പാട്ട്. ഞാൻ 1 വർഷത്തോളം എറണാകുളത്ത് ദേവദാസന്റെ ജ്യേഷ്ഠന്റെ സഭയിൽ ഇരിക്കുമ്പോൾ വർഷങ്ങളോളം ദേവദാസനോട് വർഷപ്പുലിയിൽ ആരാധിച്ചിട്ടുണ്ട്. പാട്ട് നല്ലത്, ഇൻസ്ട്രുമെന്റ്സ് നല്ലത്. പക്ഷെ ഇതിന്റെ കൂടെ നമ്മളൊരു സ്തോത്രം പറഞ്ഞ് ആര് കേൾക്കാനെന്നോർത്ത് നമ്മളെന്ത് ചെയ്യുന്നില്ല. സ്വന്തം ഇതിന്റെ സൗണ്ട് നിൽക്കുമ്പോ നമ്മുടെ ആരാധന നിൽക്കും. മനസ്സിലായോ? ആ വാക്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? നീക്ക മാലാക്കി 1:10 യാഗപീഠം ഒരുക്കി വിറക് വെച്ചിട്ട് അതിനകത്ത് യാഗമൃഗം വേണ്ട. യാഗമൃഗമില്ലാതെ വെറുതെ യാഗപീഠം ഒരുക്കി 2 ടൺ വിറക് ഇറക്കി വെച്ച് തീ ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ദൈവം എങ്ങനെയാ പ്രസാദിക്കണം? ദൈവം പ്രസാദിക്കുന്നത് യാഗമൃഗമില്ല. വ്യവസ്ഥ പ്രകാരം യാഗം കഴിക്കണ്ടേ? സ്തോത്രം. എന്നുവെച്ചാൽ നിങ്ങൾ ആരാധിക്കണമെന്നല്ല ഞാൻ പറയണത്. ആരാധിക്കാൻ വരുമ്പോ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല വിഷയം. ഞാനും എന്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തെ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് നമ്മൾ നോക്കേണ്ടത്. നിങ്ങൾ എന്റെ യാഗപീഠത്തിന്മേൽ വെറുതെ തീ കത്തിക്കാതിരിക്കേണ്ടത് നിങ്ങളിൽ ആരെങ്കിലും വാതിൽ അടച്ചു കളഞ്ഞാൽ കൊള്ളായിരുന്നു. എനിക്ക് നിങ്ങളിൽ പ്രസാദമില്ല എന്ന് സൈന്യങ്ങളെ യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങളിൽ പ്രസാദമില്ല, പിന്നെ എങ്ങനെ നമ്മുടെ ആരാധനയിൽ അവരുടെ ആരാധനയിൽ ദൈവം പ്രസാദിക്കുന്നത്? അതാ ഞാൻ പറഞ്ഞു, ഒരു സ്തോത്രം ഉള്ളിൽ നിന്ന് പുറത്തു വന്നാൽ അതിൽ ദൈവം പ്രസാദിക്കും. സ്തോത്രം. 1000 ഹോമയാഗങ്ങളെ ദൈവത്തിന് വേണ്ടി കഴിച്ചപ്പോ ദൈവം രാത്രിയിൽ ജലമ്പോനോട് ചോദിച്ചില്ലേ, നിനക്ക് എന്നാ വേണ്ടതെന്ന്? സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ രാത്രിയിൽ ഇവിടെ ആരാധിച്ചിട്ട് വീട്ടിൽ പോയി കിടക്കുന്ന രാത്രിയിൽ സ്വപ്നത്തിൽ ദൈവം ചോദിക്കും, നിനക്ക് എന്താ വേണ്ടേ? സ്തോത്രം. എന്താ തെളിവ്? നോക്കിക്കേ, എസ്തേറിന്റെ പുസ്തകം 9 എനിക്കറിയാമല്ലോ, ദൂത് കയറി വരിക. 9:12 ഒന്ന് വായിച്ച എസ്തേർ 9:12 വേഗത്തിൽ വായിച്ചാൽ എളുപ്പം തീർക്കാം. അപ്പോൾ രാജാവ് എസ്തേർ രാജ്ഞിയോട് യഹൂദന്മാർ ശൂഷൻ രാജധാനിയിൽ 500 പേരെയും ഹാമാന്റെ 10 പുത്രന്മാരെയും കൊന്നുമുടിച്ചു. രാജാവിന്റെ മറ്റ് സംസ്ഥാനങ്ങളിൽ അവർ എന്ത് ചെയ്തിരിക്കുന്നു? ഒരു മിനിറ്റ്. ഒരു ആരാധന കഴിഞ്ഞ ഒരു തിരുന്ന രാജാവിനെ കൊടുത്തു. എത്ര രാജ്യം എന്ത് ചെയ്തു? ഒരു വിരുന്ന് കൊടുത്തു. വിരുന്ന് കൊടുത്തപ്പോ രാജാവ് ചോദിച്ചു, നിന്റെ അപേക്ഷ എന്താണ്? അപ്പൊ പറഞ്ഞു, നാളെ ഞാൻ കഴിക്കുന്ന വിരുന്നിന് വരണം. സ്വതന്ത്രം. നോക്കിക്കും, നമ്മൾ വന്നിട്ട് കുറെ അപേക്ഷ അൺലോഡ് ചെയ്തിട്ട് പോവുക. സ്വതന്ത്രം. എല്ലാവരുടെ കാര്യം അല്ലട്ടോ ഞാൻ പറഞ്ഞ പിണഞ്ഞ എന്നോട് എസ്തേർ എന്ത് ചെയ്തു എന്നറിയാമോ? രാജാവിന് യോഗ്യമായ രീതിയിൽ വിരുന്ന് നടത്തി. രാജാവിന് ചോദിച്ചു, നിന്റെ വിരുന്നിൽ എനിക്ക് പ്രസാദമുണ്ട്, ഞാൻ എന്ത് ചെയ്യണം? നാളെ ഞാൻ കഴിക്കുന്ന വിരുന്നിന് വരണം. വന്നു. അങ്ങനെ ഒരു അപേക്ഷ വെച്ചു. ആ അപേക്ഷ സാങ്ഷൻ ചെയ്തതാണ് ഇപ്പൊ വായിച്ചത്. അപ്പോൾ രാജാവ് എസ്തേർ രാജ്ഞിയോട് യഹൂദന്മാർ ശൂഷൻ രാജധാനിയിൽ 500 പേരെയും ഹാമാന്റെ 10 പുത്രന്മാരെയും കൊന്നുമുടിച്ചു. രാജാവിന്റെ മറ്റ് സംസ്ഥാനങ്ങളിൽ അവർ എന്ത് ചെയ്തിരിക്കും? റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. ഇനിയും നിന്റെ അപേക്ഷ എന്ത്? ഇനി നിന്റെ അപേക്ഷ എന്ത്? അത് നിനക്ക് ലഭിക്കും. അത് ലഭിക്കും. നോക്കിക്കേ, ദൈവ സന്നിധിയിൽ ആരാധിച്ചതിന് ശേഷം കൈമാറുന്ന അപേക്ഷ വചനത്തിന്റെ വ്യവസ്ഥയിൽ നിന്ന് പറയാം, അത് ലഭിക്കും. അത് കഴിഞ്ഞുള്ള വാക്യം വായിച്ചു. ഇനി നിന്റെ ആഗ്രഹം എന്ത്? അത് സാധിപ്പിച്ച് തരാം. ആഗ്രഹത്തിന് 2ാം സ്ഥാനം, അപേക്ഷയ്ക്ക് 1ാം സ്ഥാനം. സ്തോത്രം. ഇന്ന് രാത്രികാലം ദൈവജനം സ്തോത്രം ഇതിനകത്ത് കടന്നു വന്ന് ആരാധിക്കുന്നെങ്കിൽ ഈ ആരാധനയോടുകൂടി ഹൃദയത്തിന്റെ വേദനകൾ ദൈവത്തിന് കൈമാറുമ്പോൾ, ആവശ്യങ്ങൾ ദൈവത്തിന് കൈമാറുമ്പോൾ
വേദനാടിക്കുന്നവന്റെ മനസ്സിന്റെ വേദന ദൈവം അറിയുന്നു, ഹൃദയത്തിന്റെ തകർച്ച ദൈവം അറിയുന്നു. അത് കണ്ടിട്ടും മിണ്ടാതിരിക്കുന്ന ഒരു ദൈവമല്ല. നേരത്തെ അവസ്ഥ അഡ്രസ് പോലും 2-ാം അധ്യായത്തില് അപ്പനുമില്ല അമ്മയില്ലാതെ പാവം പിടിച്ച ഒരു പെങ്കൊച്ച്, സ്വതന്ത്രം ഒരു മനുഷ്യനെ അതിനെ എടുത്ത് വളർത്തി വലുതാക്കി. നമ്മുടെ രാജ്ഞിയായിട്ടും ആ മനുഷ്യനെ അവൾ മറന്നില്ല. സ്വതന്ത്രം നന്ദിയുള്ള ഒരു ഹൃദയ പെൺകുട്ടിക്കുണ്ടായിരുന്നു. ഇന്ന് മൊർദെഖായി ഇവിടെ ഇരിക്കുന്നു, പട്ടണത്തിന് വെളിയില് ചാക്കശീല ഉടുത്തു നിൽക്കുന്നു. അവള് കൊട്ടാരത്തിനകത്ത് ഇരിക്കുന്നു. പക്ഷെ അവൾ എന്ത് ചെയ്തു? മൊർദെഖായിക്ക് വസ്ത്രം കൊടുത്തു വിടുക. ദൈവമക്കളെ, ദൈവം നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ, ദൈവം നമ്മളെ ഉയർത്തുമ്പോൾ, നിങ്ങളെ വളർത്തി വലുതാക്കിയ, ആത്മീകമായി നിങ്ങളെ വളർത്തിയ, അവൻ നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആരെങ്കിലും ആരൊക്കെ ഉണ്ടോ അവരെ മറക്കാതിരിക്കാനുള്ള നന്ദിയുള്ള ഒരു ഹൃദയം ഹല്ലേലൂയ നിങ്ങൾക്കുണ്ടെങ്കിൽ സ്വർഗ്ഗം സന്തോഷിക്കും. യാക്കോബിന്റെ വേദന നിങ്ങൾ കണ്ടോ? ഒരല്പം കൂടെ അങ്ങ് മാറിയാൽ മതി. ശേഖേമിൽ നിന്ന് ഒരല്പം കൂടെ മാറിയാൽ കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 4 മണിക്കൂർ യാത്ര ചെയ്താൽ, അല്ലെങ്കിൽ ഒരു ദിവസത്തെ വഴി യാത്ര ചെയ്താൽ അദ്ദേഹത്തിന് ബഥേലിൽ എത്താം. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തില്ല? ബഥേലിൽ എത്തുന്നതിന് മുമ്പ് സ്വതന്ത്രം അദ്ദേഹം വേദന വില കൊടുത്ത് മേടിച്ചു എന്ന് എന്റെ ഭാഷ പറയും. 34 വായിക്കുമ്പോൾ അറിയാം എന്തുമാത്രം വേദന കിട്ടുന്നു. ശിമയോനും ലേവിയും അവരുടെ വാളുകൾ സാഹസത്തിന്റെ വാളുകൾ ഒരു പട്ടണത്തിൽ നിർഭയമായിരുന്ന സകല പുരുഷ പ്രജയെയും ഒറ്റ ദിവസം കൊണ്ട് വെട്ടി അരിഞ്ഞ് അവർ തകർത്ത് കളഞ്ഞു. സ്തോത്രം. രാത്രി ദൈവമക്കളൊന്നറിയണം, വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്, കഴിവില്ലാത്ത ദൈവമല്ല. മറ്റൊരു വിഷയം കൂടെ വേഗത്തിൽ കൊണ്ടുവരാൻ നിങ്ങളുടെ മുമ്പിലേക്ക്. 2 ശമൂവേലിന്റെ പുസ്തകം 24-ാം അധ്യായം 24-ാമത്തെ വാക്യം വേഗത്തിൽ വായിക്കും. സമയമില്ലാത്തതുകൊണ്ട് ഓടിച്ചു പോകുന്നത്. ഞാനത് നിന്നോട് വിലക്കേ മേടിക്കത്തുള്ളൂ, എനിക്ക് ഒന്നും ചെലവില്ലാതെ ഞാൻ എന്റെ ദൈവമായ ഹോമയ്ക്ക് ഹോമയാഗം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു. ദൈവത്തിന് ഹോമയാഗം കഴിക്കണമെങ്കിൽ ചെലവ് കൊടുക്കണം. ചെലവുണ്ട്. ഒരു ആരാധനയ്ക്ക്, ഒരു സ്നാനശുശ്രൂഷയ്ക്ക്, ഒരു ഗ്രാജുവേഷൻ സെറമണിക്ക് എല്ലാം ചെലവുണ്ട്. പക്ഷെ ഇവിടുത്തെ വിഷയം എന്താണെന്നറിയാമോ? ഇതും ഇവർക്ക് അവകാശപ്പെട്ട ഭൂമിയാണ്. പക്ഷെ ഇപ്പൊ ഇത് ആര് വെച്ചിരിക്കുന്നു? ജാതീയൻ കൈവച്ചിരിക്കുക. സ്തോത്രം. ആ മനുഷ്യന്റെ കയ്യിൽ നിന്ന് ദാവീദ് എന്ത് ചെയ്തു? അത് വില കൊടുത്ത് മേടിച്ചു. അങ്ങനെയല്ലേ എഴുതിയേക്കണേ? 50 ശേക്കൽ അല്ലേ? 50 ശേക്കൽ വെള്ളിക്ക് വാങ്ങി. കണ്ടോ? ആ ഭൂമി 50 ശേക്കൽ വെള്ളിക്ക് മേടിച്ചു എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ആ ഭൂമി ആർക്ക് അവകാശപ്പെട്ടതാ? അബ്രഹാമിന് അവകാശപ്പെട്ടത്, ഇസഹാക്കിന് അവകാശപ്പെട്ടത്, യാക്കോബിന് അവകാശപ്പെട്ടത്, ഇസ്രായേലിന് അവകാശപ്പെട്ടത്. തെളിവ് 2 ദിനവൃത്താന്തം 3-1 വായിക്കും. 2 ദിനവൃത്താന്തം 3-1 പെട്ടെന്ന് നിർത്താം. 2 ദിനവൃത്താന്തം 3-1. ശലോമോൻ തന്റെ അപ്പനായ ദാവീദിന് യഹോവ പ്രത്യക്ഷനായ മോരിയ പർവ്വതത്തിൽ യെബൂസ്യനായ ഒർന്നാന്റെ കളത്തിൽ ദാവീദ് വട്ടം കൂട്ടിയ സ്ഥലത്ത് യഹോവയുടെ ആലയം പണിവാൻ ആ ഒരൊറ്റ വാക്യത്തിൽ 3 ഹിസ്റ്ററി കിടക്കുക. അബ്രഹാം തന്റെ മകനായ ഇസഹാക്കിനെ യാഗം കഴിച്ച മോറിയ ദേശം. സ്വതന്ത്രം. ആ ഇസഹാക്കിന് വേണ്ടി യാഗപീഠം ഒരുക്കിയ അതേ സ്ഥലം. ഇസ്രായേലിൽ വന്ന് ന്യായവിധി ഒഴിഞ്ഞു പോകാൻ ഓർണാന്റെ കളം 50 ശേക്കൽ വെള്ളിക്ക് ദാവീദ് മേടിച്ച് യാഗപീഠം പണിത സ്ഥലം. അതേ യാഗപീഠത്തിൽ അതേ സ്ഥലത്ത് ശലോമോൻ യെരൂശലേം ദേവാലയം പണിയ. രാത്രി ഞാൻ പറയട്ടെ, അവിടെ അത്ഭുതം, ഇവിടെ വിടുതൽ എന്ന് കേൾക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാതെ നമ്മളെ ദൈവം എവിടെ ആക്കി വെച്ചിരിക്കുന്നുവോ അവിടെ നാം വിശ്വസ്തയോടെ നിന്നാൽ അവിടെ ദൈവത്തിന്റെ അനുഗ്രഹം ദൈവം തരും. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദൈവമക്കളോട് പറയട്ടെ, ഒരു പക്ഷെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് മറുപടി ഒരല്പം വൈകിയെന്ന് കരുതി നിന്റെ മനസ്സും അടുത്ത് നീ മറ്റൊരിടത്തേക്ക് പോകാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ ആമേൻ, ഇസഹാക്കിനോട് ദൈവം പറഞ്ഞു, നീ എങ്ങും പോവരുത്, നീ ഇവിടെ തന്നെ നിൽക്ക്, ഇവിടെ ഞാൻ നിന്നെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞ ദൈവം ഇന്ന് രാത്രികാലം വാഗ്ദത്തം പ്രാപിച്ചെടുക്കാൻ ഉപായങ്ങളല്ല, ഉപദേശത്തിൽ ശാസ്ത്രങ്ങളിൽ ആമേൻ സ്തോത്രം നാം വിശ്വസ്തയോടെ നിൽക്കുന്നെങ്കിൽ നമ്മളെ അനുഗ്രഹിപ്പാൻ ദൈവം വിശ്വസ്തനാ. രാത്രികാലം വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തൻ.
കഴിഞ്ഞ നാളുകളിൽ അഭിഷേകന്മാരിലൂടെ നിങ്ങൾ കേട്ട ദൂതുകൾ, അതിലൂടെ നിങ്ങൾ അവര് സംസാരിച്ച പ്രവചനാത്മാവിലുള്ള ദൂതുകൾ, ഇതെല്ലാം സഭയ്ക്കുള്ള ദൂതുകളാണെങ്കിൽ നിങ്ങളത് ഏറ്റെടുക്കുന്നെങ്കിൽ വാസ്തവമായി അതിന്മേലൊരു മുൻമഴയും ഒരു പിന്മഴയും തന്ന് ദൈവജനത്തിന്റെ സ്ഥിതി മാറ്റാൻ, നിന്റെ ബിസിനസിന്റെ അതിരി മാറ്റാൻ, നിന്റെ ജോലിയിൽ നിനക്ക് ഉയർച്ച തരുവാൻ, ആരെ ശുശ്രൂഷയിൽ നിനക്കൊരു വർദ്ധനവ് തരുവാൻ, ഇങ്ങനെ ഒരു ആഗ്രഹിച്ചിട്ട് ലഭിക്കാത്ത ചില ആത്മീയ ഫലങ്ങൾ നീ എന്ന വൃക്ഷത്തിൽ നിന്ന് പുറത്ത് വരുത്താൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര തന്നെ ഉണ്ടെങ്കിലും ക്രിസ്തു യേശുവിൽ അത് ഊവുന്ന അത് മാനാർത്ഥത ഇന്ന് രാത്രികാലം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് രാത്രികാലം ഏൽപ്പിച്ചു കൊടുക്കാം. നിന്റെ കണ്ടത്തിൽ മഴ പെയ്യിക്കാൻ കഴിയുന്നവൻ ഇന്ന് രാത്രികാലം എവിടെ വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി നിന്നെ അനുഗ്രഹിക്കുവാൻ, നിന്നെ ഉയർത്തുവാൻ, നിന്റെ പേര് വലുതാക്കുവാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. അവസരം ഒരുക്കുന്ന അഭിഷേകന്മാരോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം